നമസ്കാരം, മീഡിയ 7 ഗുഡ് മോർണിംഗ് കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മേഘ, നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ? ഇന്നത്തെ വിശേഷം മഴയില്ല, അത് തന്നെയാണ് ഇന്നത്തെ വിശേഷം. അതെ, നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത്രയും ദിവസം നീണ്ടു നിന്ന ആ ഒരു മഴ കാലത്തിന് ചെറിയൊരു ശമനമായിട്ടുണ്ട്. കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? എന്നാൽ പോലും മഴ എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ശരിയാണ്. നമ്മൾ മഴ ഏത് നിമിഷവും പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നവരൊക്കെ മാക്സിമം നിങ്ങളുടെ കുടയോ റെയിൻകോട്ടോ നിങ്ങളുടെ വാഹനങ്ങളിൽ കരുതാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുക. ശരി, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് കേരളയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ജിക്കു, ഈ കല്ല് ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കല്ല് ക്ഷേത്രം കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണത്? നമ്മുടെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് മിക്കവരും വന്ന് വിസിറ്റ് ചെയ്യാറുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതൊരു പൈതൃക ക്ഷേത്രമാണോ? ക്ഷേത്രമാണ്. എന്താണ് പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അതിന്റെ കല്ല് മേൽക്കൂര എന്ന് പറയില്ലേ, അത് ഒരു കല്ല് കൊണ്ടാണ് ആ മേൽക്കൂര തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. അത് പ്രകൃതിയാൽ തന്നെ അനുഗ്രഹിച്ച് കിട്ടിയതാന്ന് വേണമെങ്കിൽ പറയാം. അത് ഇതുവരെയായിട്ടും തറയിൽ മുട്ടാതെ വായുവിൽ തന്നെ നിൽക്കുന്ന ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് ആ അമ്പലം. അത്തരമൊരു പ്രതിഭാസം വല്ലാത്തൊരു അത്ഭുതമാണ്. തറയിൽ തൊടാതെ നിൽക്കുന്ന ഒരു കല്ല്, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന് എന്താണ് എക്സ്പ്ലനേഷൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കല്ലുകൊണ്ട് പണിതീർത്ത ഒരു അമ്പലമുണ്ട് നമ്മുടെ പെരുമ്പാവൂരിൽ. കാടിലൂടെ 100 പടികൾ കടന്നു ചെല്ലുന്നത് കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ പേരുകേട്ട പെരുമ്പാവൂരിൽ 1000 വർഷങ്ങളേറെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് ഭൂപടത്തിൽ പെരുമ്പാവൂർ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഇത് സംരക്ഷിക്കപ്പെടുന്നത്. കല്ലിൽ ക്ഷേത്രം ആദ്യകാലങ്ങളിൽ ഒരു ജൈന ക്ഷേത്രമായിരുന്നുവെന്നും ഇവിടെ ഭഗവതി ദേവിയെ ഭഗവതിയായി ആരാധിച്ചിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ജൈന ക്ഷേത്രം പിന്നീട് 9 നൂറ്റാണ്ടുകളിൽ ഭഗവതി ക്ഷേത്രമായി മാറി. ഇവിടെ പ്രചരിക്കുന്ന ഐതിഹ്യം ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഒരിക്കൽ ആളുകൾ കാട്ടിൽ വന്ന് അസാധാരണ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു. കല്ലുകൾ കൊണ്ട് കളിക്കുന്നത് കാണാൻ അദ്ദേഹം പോയപ്പോൾ അവർ അപ്രത്യക്ഷമായി. അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന കല്ലുകളുമായി അവർ ഗുഹയിലേക്ക് ഒളിച്ചു. ദേവി ഭഗവതിയാണെന്ന് വിശ്വസിക്കുന്നു. ദേവി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിലേക്ക് കയറിയ കല്ല് ക്ഷേത്രത്തിന്റെ മേൽക്കൂരയായി മാറി ഒരു ഇരിപ്പിടമായി താഴേക്ക് വന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ദേവിയെ ആരാധിക്കുന്ന കല്ലുകൾ ഇന്നും അവിടെയുണ്ട്. ശ്രീകോവിലിന്റെ മുകളിൽ നിൽക്കുന്ന വലിയ പാറ നിലത്ത് തൊടുന്നില്ല. വായുവിൽ നിൽക്കുന്ന ഈ പാറ 15 ആനകൾ ഒരുമിച്ച് വലിച്ചാലും അനങ്ങുന്നില്ല. ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട 2 വഴിപാടാണ് ഉള്ളത്. കല്ലുകൊണ്ടുള്ള നേർച്ച, ചൂൽ നേർച്ച. സ്ത്രീകൾക്ക് മുടി വളരാനും പുരുഷന്മാരുടെ കുടുംബ പ്രശ്നങ്ങൾ മാറാനുമാണ് ചൂൽ നേർച്ച. ഇരുമ്പ് തൊടാത്ത കമ്പിയിൽ ചൂൽ നേർച്ച നിർമ്മിച്ച് ക്ഷേത്രത്തിന് സമർപ്പിക്കുന്നു. അതിശയമായിരിക്കുന്നല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അത് ആ കല്ല് നിലത്ത് മുട്ടുന്നില്ല. അത് സയൻസിന് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടോ മേഘ ഇതിന്? സയൻസിലല്ല, ഇത് പണ്ട് ഐതിഹ്യങ്ങൾ കുറെ കഥകളുമായിട്ട് പറയുന്നുണ്ട്. ഒരു സ്ത്രീയെ ബന്ധപ്പെടുത്തിയേക്കാണ്, അതിൽ തന്നെ പറയുന്നുണ്ട് ഒരു സ്ത്രീയെ ബന്ധപ്പെടുത്തിയാണ് ഈ ഒരു അമ്പലം തുടങ്ങിയതെന്നും നിർമ്മിച്ചതെന്നൊക്കെയാണ് ഈ ഒരു കഥ പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്തായാലും വളരെയധികം അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. നിലം തൊടാതെ നിൽക്കുന്ന ഒരു കല്ല്. പിന്നെ നമ്മുടെ കേരളത്തിൽ ഇത്രയും വലിയ ഒരു എന്താ പറയുക, ടൂറിസത്തിനൊക്കെ വളരെയധികം സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏക്കറോളം കാടിൻ്റെ നടുവിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പോരാത്തതിന് 100 പടികളോളം കയറി വേണം നമ്മൾ ഈ അമ്പലത്തിലൊന്ന് തൊഴാൻ വേണ്ടി കയറാൻ. ആ വീഡിയോ ഒക്കെ വളരെ മനോഹരമായിരുന്നു, അതിൻ്റെ വിഷ്വൽസൊക്കെ. അപ്പോൾ ഞാനിതുവരെ പോയിട്ടില്ല. മേഘ പോയിട്ടുണ്ടോ അവിടെ? ഞാൻ പോയിട്ടില്ല. പ്രേക്ഷകരും പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പെരുമ്പാവൂരല്ലേ? അടുത്ത് തന്നെ. ഓക്കെ. മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്? ഇത് കുറച്ച് ദുഃഖകരമായുള്ള വാർത്തകളാണ് ഇപ്പോൾ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ എവിടെ നോക്കിയാലും ഈ ആത്മഹത്യ, കൊലപാതകം, ഇതൊക്കെയാണ് നമ്മുടെ വാർത്തയിലായാലും ഇപ്പോൾ TV തുറന്നായാലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാം, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അങ്ങനെ ചില കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതൊരു ദുഃഖകരമായ സത്യമാണ്.
മേഘ പറഞ്ഞു വരുന്നത് ഏത് സംഭവത്തെ കുറിച്ചാണ്? 2022 നടന്ന ഒരു നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നടന്ന ഒരു നരബലിയെ കുറിച്ചാണ് പറയുന്നത്. ഒരു ക്രൂരമായി ഇലന്തൂർ നടന്ന നരബലിയെ കുറിച്ച്. അതിനെപ്പറ്റി അന്ന് വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു അന്ന്. നരബലി, 2 സ്ത്രീകളെ കൊന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? ആദ്യകാലങ്ങളിൽ ഇത് നമ്മൾ പറഞ്ഞൊരു കെട്ടുകഥകൾ മാത്രമായിട്ടായിരുന്നു ആദ്യം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ ഒരു സ്റ്റോറി നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്നടങ്കം നടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയായിരുന്നു നമ്മൾ ആ ടൈമിൽ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത് ഓർക്കുമ്പോൾ വളരെ ദുഃഖകരമായി തോന്നുന്നു. തീർച്ചയായും. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് കണ്ണോടിക്കാം. അന്ന് 2022 നമ്മുടെ കേരളത്തിൽ നടന്ന, നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച ആ ഒരു സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ ഗ്രാമത്തിൽ മനുഷ്യബലി ആചാരങ്ങളുടെ ഭാഗമായി 2 സ്ത്രീകളെ പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത കുറ്റകൃത്യത്തെയാണ് 2022 ഇലന്തൂർ മനുഷ്യബലി കേസ് പരാമർശിക്കുന്നത്. കേരള പോലീസിന്റെ തുടർച്ചയായ അന്വേഷണത്തിൽ എറണാകുളം ഗാന്ധിനഗർ സ്വദേശിയും കുപ്രസിദ്ധ കുറ്റവാളിയും മന്ത്രവാദിയുമായ മുഹമ്മദ് ഷാഫി, പത്തനംതിട്ട ഇലന്തൂർ നിവാസിയായ ഭഗവൽ സിംഗ്, ഭാര്യ ലൈല എന്നിവരെ അറസ്റ്റ് ചെയ്തു. കുടുംബത്തിൽ നിന്ന് അകന്ന് താമസിച്ചിരുന്ന ലോട്ടറി ടിക്കറ്റ് വിൽപ്പനക്കാരായ റോസ്ലിൻ, പത്മ എന്നിവരായിരുന്നു ഇവരുടെ ഇരകൾ. മനുഷ്യബലിയുടെ പേരിലാണ് കൊലപാതകങ്ങൾ നടന്നതെന്നും നരഭോജനം ഉൾപ്പെട്ടതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനാൽ ഈ കേസ് മാധ്യമശ്രദ്ധ നേടി. എറണാകുളം കടവന്ത്ര സ്വദേശിയായ പത്മം എന്ന ലോട്ടറി വിൽപ്പനക്കാരിയെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിൽ നടന്ന അന്വേഷണത്തിലാണ് കേരളത്തെ നടുക്കിയ ദുർമന്ത്രവാദക്കൊല പുറത്തുവരുന്നത്. എറണാകുളത്ത് കാലടിയിലും കടവന്ത്രയിലും ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന 2 സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായ കൊലപാതകത്തിന് ഇരയാക്കിയെന്നാണ് പോലീസ് നിഗമനം. പത്തനംതിട്ട ഇലന്തൂരിൽ തിരുമൽ ചികിത്സാ കേന്ദ്രം നടത്തുന്ന ഭഗവൽ സിംഗും ഭാര്യ ലൈലയും ചേർന്നാണ് സാമ്പത്തിക അഭിവൃദ്ധിക്കുള്ള നരബലി എന്ന രീതിയിൽ 2 സ്ത്രീകളെ കഴുത്തറത്ത് കൊന്ന് ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളായാണ് വീട്ടുപറമ്പിൽ കുഴിച്ചിട്ടത്. കാലടി സ്വദേശിയായ റോസ്ലിൻ, കടവന്ത്ര പോന്നുരുന്നി സ്വദേശി പത്മം എന്നിവരാണ് കൊലപ്പെട്ടത്. തിരുവല്ല ഇലന്തൂർ സ്വദേശി ഭഗവൽ സിംഗിനും ഭാര്യ ലൈലയ്ക്കും ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായി കൊല ചെയ്യാൻ സ്ത്രീകളെ എറണാകുളത്ത് നിന്ന് തിരുവല്ലയിൽ എത്തിച്ചു നൽകിയത് പെരുമ്പാവൂർ സ്വദേശിയായ ഷിഹാബ് എന്ന റഷീദാണ്. ഷിഹാബ് എന്ന റഷീദിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് ഇരട്ടക്കൊലയുടെ ചുരുളഴിഞ്ഞത്. കടവന്ത്ര സ്വദേശി പത്മയുടെ മകനാണ് അമ്മയെ കാണാനില്ലെന്ന പരാതിയുമായി സെപ്റ്റംബർ 27 പോലീസിനെ സമീപിച്ചത്. സെപ്റ്റംബർ 27 തുടങ്ങിയ അന്വേഷണത്തെ തുടർന്നാണ് വിവരങ്ങൾ പുറത്തു വന്നത്. സ്ത്രീകളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം. തുടർന്ന് തിരുവല്ലക്കാരായ ദമ്പതികളും പെരുമ്പാവൂരുകാരനായ ഏജന്റും അറസ്റ്റിലാവുകയായിരുന്നു. ഇന്നും ഈ നരബലി ഒരു ഭയാനകമായ ഓർമ്മയാണ്. എത്ര ക്രൂരമാണല്ലേ? അത് വല്ലാത്ത ഒരു ഡിസ്റ്റർബിംഗ് ആയിരിക്കുന്ന ഒരു ന്യൂസാണ്. അന്ന് കണ്ടപ്പോഴും ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴും തന്നെ 2 നിരപരാധികളായ സ്ത്രീകൾ, അവർ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന് പോലും ഒരുപക്ഷെ അവർക്ക് അറിയുന്നുണ്ടാവില്ല അല്ലേ? അതെ, ഇവരെ കൊന്നത് പച്ചയ്ക്ക് ഭക്ഷിച്ചു എന്നുള്ള വാർത്തകളൊക്കെയാണ് അധികം കേട്ട് വന്നത്. നമുക്ക് ഭയങ്കര ദുഃഖകരമായിരുന്നു ഇത് കേൾക്കുമ്പോഴൊക്കെ തന്നെ. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും മടിച്ചു നിന്നവരുണ്ട് ഇതിൻ്റെ ഈ ഒരു സത്യാവസ്ഥ പഠിക്കാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ ഒരു അന്ധവിശ്വാസത്തിന്റെ ഫലമായി ഉണ്ടായതല്ലേ ഇത്? അതെ. ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും, എന്താണ് പറയുക, ദുർമന്ത്രവാദങ്ങളും ഒക്കെ ഇന്നും ഇത്രയും ഈ കാലത്തും നമ്മുടെ കേരളത്തിൽ ഇത്രയും അഭ്യസ്ത വിദ്യരായ 100% സാക്ഷരതയുള്ള കേരളത്തിൽ ഇതൊക്കെ നിലനിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു ഷോക്കാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാകുന്നത്? എന്തുകൊണ്ടായിരിക്കും ഈ അന്ധവിശ്വാസങ്ങൾ നമുക്കെന്താ അത് മറികടക്കാൻ എന്തുകൊണ്ടായിരിക്കും കഴിയാത്തത്? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? ഇതിപ്പോൾ പണ്ട് കേട്ടത് വെച്ച് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് കിട്ടും എന്നുള്ളൊരു വാർത്ത മനുഷ്യരിൽ ചിലവരിൽ ഇപ്പോഴും അത് ബ്ലോക്കായി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെ ഒരു വാർത്ത നമുക്ക് കേൾക്കേണ്ടി വന്നത്. പലരും മാനിപ്പുലേറ്റ് ചെയ്യുന്നതാവാം, പറഞ്ഞു പറ്റിക്കുന്നതാവാം. എന്തായാലും വളരെ ദുഃഖകരമാണ്. ഇനി വല്ല ഇലുമിനാറ്റി അങ്ങനെ വല്ലതും ആയിരിക്കും? ഇലുമിനാറ്റിയോ? അല്ല,
നമുക്ക് യുക്തിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ പറയാറുണ്ട് അത് ഇലുമിനാറ്റിയാണ്. കേട്ടിട്ടില്ല ആ സംഘടനയെ പറ്റി? ഇലുമിനാറ്റി ഈ ലൂസിഫറിലും ഈ പറഞ്ഞ ആവേശം സിനിമയിലെ പാട്ടിലൊക്കെ മാത്രമേ ഇലുമിനാറ്റിനെ കുറിച്ച് കേട്ടിട്ടുള്ളൂ. ഇതെന്താണ് സത്യാവസ്ഥയിൽ, ഇതെന്താണ്? എനിക്കറിയില്ല അതിനെപ്പറ്റി. ഇലുമിനാറ്റി ആ ഒരു ആസ് ദ വേർഡ് സജസ്റ്റ് എന്ന് വെച്ചാൽ പ്രകാശിക്കുന്നവർ. ഓക്കെ, പ്രകാശിക്കുന്നവർ, ഇലുമിനാറ്റി, അതാണ് ആ വേർഡിൻ്റെ ആക്ച്വലി ഉള്ള മീനിങ്. വെളിച്ചം വീശുന്നവർ, അങ്ങനെ, അതായത് അറിവ് നൽകുന്നവർ. അതൊരു സംഘടനയാണെന്ന് പറയുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ബവേറിയ എന്ന സ്ഥലത്ത്, ജർമ്മനിയിൽ ബവേറിയ ആ ഒരു സ്ഥലത്താണ് ഇത് തുടക്കം കുറിച്ചത് എന്ന് കരുതുന്നു. അതിൻ്റെ മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുണ്ടോ? എനിക്ക് തീർച്ചയായിട്ടും അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ഇലുമിനാറ്റി എന്ന സംഘടനയെ പറ്റി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. യഥാർത്ഥമായതും സാങ്കല്പികമായതുമായ നിരവധി പുരാതന നവീന സംഘടനകൾക്ക് നൽകി വരുന്ന പേരാണ് ഇല്ലുമിനാറ്റി. വെളിച്ചപ്പെട്ടത് എന്നർത്ഥത്തിലാണെങ്കിലും പ്രധാനമായി ഈ പേര് 1776 മെയ് 1 സ്ഥാപിതമായ ബവേറിയൻ ഇലുമിനാറ്റി എന്ന സംഘടനയെ കുറിക്കുന്നു. 1776 മെയ് 1 ഇന്നത്തെ ജർമ്മനിയുടെ ഭാഗമായ ബവേറിയയിൽ 5 അംഗങ്ങളുമായാണ് ഇലുമിനാറ്റിയുടെ തുടക്കം. അന്ധവിശ്വാസം, വിജ്ഞാന വിരോധവാദം, പൊതുജീവിതത്തിൽ മതപരമായ സ്വാധീനം, ഭരണകൂട അധികാരം ദുരുപയോഗം ചെയ്യുക എന്നിവയ്ക്കായിരുന്നു പോരാടുന്നത്. ഫ്രീമസേനകളുടെ രൂപീകരണത്തിനാധാരമായ യൂറോപ്യൻ സ്വതന്ത്ര ചിന്തകരാണ് ഇലുമിനാറ്റിയുടെ പിന്നിലും പ്രവർത്തിച്ചത്. ഇത്തരമൊരു രഹസ്യ സംഘടന ഉണ്ടോ എന്ന കാര്യത്തിൽ നൂറ്റാണ്ടുകളായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ചിന്തകന്മാരുടെ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകി അന്ധവിശ്വാസങ്ങളെ തകർക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും വെറും ഫിക്ഷനാണ് ഈ രഹസ്യ സംഘടനയെന്ന് ഭൂരിപക്ഷം വരുന്ന ആളുകളും വിശ്വസിക്കുന്നു. ലോകത്തിലെ ഏറ്റവും രഹസ്യാത്മക സ്വഭാവമുള്ള സംഘടനയായ ഇല്ലുമിനാറ്റി കരുതപ്പെടുന്നു. ഡാൻ ബ്രൗൺ തൻ്റെ ഏഞ്ചൽസ് ആൻഡ് ഡിമൻസ് എന്ന പുസ്തകത്തിലൂടെ ഇല്ലുമിനാറ്റി ഏറെ പ്രശസ്തമായി. ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള വിധം പണവും അറിവും നിർണായക അധികാര സ്ഥാപനങ്ങളിൽ സ്വാധീനമുള്ളവരാണ് ഇല്ലുമിനാറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഒരു ബവേറിയൻ പ്രൊഫസറാണ് 1700കളിൽ ഇതിന് രൂപം നൽകിയതെന്നും മറ്റൊരു പ്രചാരണമുണ്ട്. ഏറ്റവും പുതുതായി ഇല്ലുമിനാറ്റിയെ പിന്തുണച്ച് രംഗത്ത് വന്നത് കാനഡയുടെ മുൻ പ്രതിരോധ മന്ത്രി പോൾ ഹെല്ലറാണ്. ഇല്ലുമിനാറ്റി യാഥാർത്ഥ്യമാണെന്നും അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നുമായിരുന്നു ഹെല്ലറുടെ പ്രസ്താവന. ഇല്ലുമിനാറ്റിയെ പിന്തുണച്ച് ലോകത്ത് ഇതാദ്യമായാണ് സർക്കാർ തലത്തിലെ ഉയർന്ന പദവി വഹിച്ച ഒരു വ്യക്തി രംഗത്തെത്തിയത്. 1963-67 കാലത്താണ് ഹെല്ലിയർ മന്ത്രിസ്ഥാനം വഹിച്ചത്. കാലാവസ്ഥ വ്യതിയാനത്തെ മറികടക്കാനുള്ള തന്ത്രം വരെ ഇല്ലുമിനാറ്റി അംഗങ്ങൾക്കറിയാമെന്നും ഹെല്ലിയർ പറയുന്നു. പെട്രോളിയം കമ്പനികളുടെ വരുമാനം നഷ്ടപ്പെടുത്താൻ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നത് തന്നെ കാരണത്താൽ അവർ അതിൻ്റെ രഹസ്യം പുറത്തുവിടില്ല. ജനങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് മാറി പരമാവധി ലാഭമുണ്ടാക്കുക എന്നതാണ് ഈ രഹസ്യ സംഘടനയുടെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക, രാഷ്ട്രീയ, ബിസിനസ്, വിനോദ മേഖലകളിലെല്ലാം ഇല്ലുമിനാറ്റി അംഗങ്ങളുണ്ടെന്നാണ് കരുതുന്നത്. പെട്രോളിയം കമ്പനികളിലാണ് ഇവരിൽ പലർക്കും ഏറെ ഓഹരികൾ ഉള്ളതെന്നും ഹെല്ലർ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണോ ഇലുമിനാറ്റി എന്താണെന്ന്? മനസ്സിലായി. ഇതെന്തോ നമ്മളെ തന്നെ ഒരു കൺട്രോളിൽ വെക്കുന്ന ഒരു ശക്തി എന്ന് വേണേ പറയാല്ലേ? അതെ, അത് അവർ നമ്മളുടെ കൂടെയുണ്ട്, നമ്മൾക്കൊപ്പമുണ്ട്, നമ്മൾ അവരുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് തിയറീസ് പറയുന്നത്, കോൺസ്പിറസി തിയറീസ് ഒക്കെ പറയുന്നത്. നമുക്ക് ഉണ്ടെന്ന് വിശ്വസിക്കാം, അല്ലാതെ ഇപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാനില്ല. പക്ഷേ 1785 ഇത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ്. എന്നിട്ടും അവർ നമ്മുടെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരത്രയും പവർഫുൾ ആയിരിക്കണം എന്ന് വേണം കരുതാൻ. എന്തായാലും വീഡിയോ കണ്ട് പേടിക്കൊന്നും വേണ്ട, തൽക്കാലം അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. ജിക്കുവിനെ ഒരാൾ നിയന്ത്രണത്തിൽ വെക്കണതും അവർ പറയണതനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ പറയണ ഒരു സിറ്റുവേഷൻ വന്നാൽ ജിക്കു എന്ത് ചെയ്യും? ഇലുമിനാറ്റിയെ പറ്റിയാണോ? അവർ എന്നെ നിയന്ത്രിക്കുന്നതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അവരെ നിയന്ത്രിക്കണതല്ല, നമ്മളെ മനുഷ്യന്മാർ തന്നെ മനുഷ്യരെ നിയന്ത്രിക്കുന്ന കാര്യമാണ് ഞാൻ പറയണത്. അത് ഭയങ്കര വിഷമം പിടിച്ചൊരു കാര്യമാണ്. നമുക്കൊരു ഐഡൻറ്റിറ്റി ഇല്ലാതെ നമ്മുടെ എക്സിസ്റ്റൻസിന് വിരുദ്ധമായി ഒരാൾ നമ്മളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഖേദകരമായ കാര്യമാണ്. എന്താണ് ചോദിക്കാൻ കാരണം എന്താണ്? അങ്ങനെ നമ്മുടെ കേരളത്തിലും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ കേരളത്തിലും ഇതേപോലെയുള്ള ആചാരങ്ങൾ
എന്ന് വേണം പറഞ്ഞു തരാൻ. ആചാരങ്ങൾ നടന്നു വന്നിട്ടുള്ള ഒരു കാലഘട്ടം കൂടെയായിരുന്നു നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത്. എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഈ അടിമകളെ കച്ചവടം ചെയ്യുക, കയറ്റുമതി ഇറക്കുമതി അങ്ങനെയൊക്കെ ചെയ്യുക, ആൾക്കാരെ നമ്മുടെ കേരളത്തിൽ നിന്നും ആൾക്കാരെ തുച്ഛ വിലയ്ക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്തുക, ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നു വന്നിരുന്നു. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നിരുന്നു. ഞാനിത് അടിമക്കച്ചവടം സർ എബ്രഹാം ലിങ്കണുമായി ബന്ധപ്പെട്ട് ഞാൻ അമേരിക്കയിൽ അങ്ങനെ വായിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ അടിമക്കച്ചവടം ഉണ്ടായിരുന്നു. അതൊരു പുതിയ അറിവാണ് എനിക്ക്. കുഞ്ഞു കുട്ടികൾക്ക് 3 രൂപ, സ്ത്രീകൾക്ക് 5 രൂപ, പുരുഷന്മാർക്ക് 7 രൂപ, അങ്ങനെയുള്ള നിരക്കിലൊക്കെയാണ് ആൾക്കാരെ വിറ്റ് പൈസ മേടിച്ചുകൊണ്ടിരുന്ന വെച്ചതും അവരുടെ കീഴിൽ അടിമപ്പണി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന വെച്ചതും. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി നമുക്ക് ആ ഒരു ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം. കേരളത്തിൽ അടിമക്കച്ചവടം ധാരാളമായി നടക്കുന്നുണ്ടെന്ന് ലോകത്തിന് ബോധ്യമായത് അഞ്ചരക്കണ്ടി എസ്റ്റേറ്റിൽ നടന്ന സംഭവ വികാസങ്ങളോടെയാണ്. 1767 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഈ എസ്റ്റേറ്റ് സ്ഥാപിച്ചത്. സുഗന്ധദ്രവ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമെന്ന നിലയിലായിരുന്നു ഏകദേശം 200 ഏക്കർ വലിപ്പമുള്ള ഈ എസ്റ്റേറ്റ് സ്ഥാപിക്കപ്പെട്ടത്. ഇന്ന് കറുവപ്പട്ട ഉൽപാദനത്തിൽ ഏഷ്യയിലെ തന്നെ ഒരു പ്രധാന കേന്ദ്രമായി ഈ എസ്റ്റേറ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ചില ഉദ്യോഗസ്ഥർ പങ്കാളികളായിട്ടാണ് എസ്റ്റേറ്റ് ആരംഭിക്കുന്നത്. തോട്ടത്തിലെ പണിക്ക് ആളെ തികയാതായപ്പോൾ അന്നത്തെ ഓവർസിയർ ആയിരുന്ന മർഡോക് ബ്രൗൺ കൂടുതൽ തൊഴിലാളികളെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷ മുകളിലേക്ക് അയച്ചു. അനുവാദമനുസരിച്ച് 45ഓളം പുലയരെ ചാവക്കാട്ടു നിന്നും വാങ്ങിച്ചു എന്ന രേഖകളിലുണ്ട്. അക്കൂട്ടത്തിൽ നിന്നും 3 പേരെ പിന്നീട് കാണാതെയായി. എന്നാൽ മർഡോക് ബ്രൗണിനും അയാളുടെ വലങ്കൈയായിരുന്ന ഹസൻ അലി മാപ്പിളയ്ക്കും ബോംബെ റെസിഡൻസിയിൽ നിന്നും ലഭിച്ച അനുവാദം ഒരു അവസരമായി തോന്നി. അവർ തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നുമൊക്കെയായി ഏകദേശം 400ഓളം പുലയരെ വിലയ്ക്ക് വാങ്ങി എസ്റ്റേറ്റിലേക്ക് എത്തിച്ചു. എന്നാൽ എപ്പോഴത്തെയും പോലെ ചില ഒറ്റുകാർ വിവരം അധികാരികളിലേക്ക് എത്തിച്ചു. കാര്യങ്ങൾ അന്വേഷിക്കുവാൻ TH ബാബറെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ഹസൻ അലി അടക്കമുള്ള കച്ചവടക്കാർ പിടിക്കപ്പെടുകയും ചെയ്തു. ഈ കേസിൻ്റെ വിചാരണ രേഖകൾ കേരളത്തിൽ നടന്നു വന്നിരുന്ന അടിമ വ്യാപാരത്തെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ തെളിവുകൾ നമുക്ക് തരുന്നു. വിചാരണ തുടങ്ങുന്നത് 1811 ഡിസംബറിലാണ്. സാക്ഷികളും വാദികളും പ്രതികളുമേറെയുള്ള ഈ കേസ് മാസങ്ങളോളം നീണ്ടുനിന്ന ഒന്നാണ്. കച്ചവടക്കാരനായ ഹസൻ അലിയെ ജഡ്ജി വിചാരണ ചെയ്യുന്ന 1812 ജഡ്ജിയുടെ ചോദ്യങ്ങളും അവയ്ക്ക് ഹസൻ അലി മാപ്പിള നൽകിയ ഉത്തരങ്ങളും അക്കാലത്ത് തന്നെ ഏറെ പ്രസിദ്ധമായിരുന്നു. അടിമ വ്യാപാരത്തിൻ്റെ രീതി, അടിമകളെ ലഭിക്കുന്ന ഇടങ്ങൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കുമുള്ള വിലകൾ, അവരെ കൈകാര്യം ചെയ്യുന്ന രീതികൾ, ഇവയെല്ലാം ബാബറിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി. ഇന്ത്യയിലൊട്ടാകെ ഇത്തരത്തിൽ അടിമ വ്യാപാരം നിലനിന്നിരുന്നു. യുദ്ധങ്ങൾക്കും മറ്റു വീട് പണികൾക്കും പ്രൗഢി പ്രദർശിപ്പിക്കാനും മറ്റുമായി അവരെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഒരു കുതിരയേക്കാൾ എന്തുകൊണ്ടും പ്രാധാന്യമൊന്നും ഒരടിമയ്ക്ക് ലഭിച്ചിരുന്നില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മുടെ നാടിൻ്റെ സംസ്കാര സമ്പന്നമായ പൈതൃകത്തിൽ അഭിരമിച്ച് അക്കാലം തിരിച്ചു വരാൻ യത്നിക്കുന്നവർ ഈ ചരിത്രം കൂടി ഒന്ന് മറിച്ചു നോക്കുന്നത് നന്നായിരിക്കും. എൻ്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നിരുന്നു. അതെനിക്കൊരു ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള അറിവുകളാണ് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ. മേഘയ്ക്ക് ഇലുമിനാറ്റിയെ പറ്റി, എനിക്ക് കല്ലിൽ ക്ഷേത്രം, ഈ അടിമക്കച്ചവടം, ഇതൊക്കെ കേരളത്തിൽ നടന്നിരുന്നു. നരബലിയൊക്കെ കേരളത്തിൽ നടന്നിരുന്നു എന്ന് കേട്ടപ്പോൾ നമ്മൾ വിശ്വസിക്കാൻ പറ്റും. അതുപോലെയാണ് എത്ര വർഷങ്ങൾക്ക് മുൻപ് അടിമക്കച്ചവടം ഇവിടെ നടന്നിരുന്നു. നൂറ്റാണ്ടുകൾക്ക് വർഷം മുന്നേ ഇവിടെ നടന്നിട്ടുണ്ട്. അത് വല്ലാത്ത സർപ്രൈസിങ് ആണെന്ന്. പക്ഷേ ഭാഗ്യം ഇപ്പം എന്തായാലും അത് നിലവിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് കേരളത്തിൽ എന്തായാലും അതില്ല. അതിന് ദൈവത്തോട് നന്ദി പറയുന്നു. എന്താണല്ലേ, അടിമക്കച്ചവടം നമ്മുടെ കേരളത്തിലും നിലനിന്നിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. അതിനുവേണ്ടി എത്രയോ പേർ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. മേഘ ഒന്ന് ചിന്തിച്ച് നോക്കൂ. സ്വാതന്ത്ര്യസമര സേനാനികളും മറ്റ് സമരങ്ങളും സത്യാഗ്രഹങ്ങളിലും കൂടെയല്ലേ ഇത്രയും ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അടിമക്കച്ചവടത്തിൻ്റെ കാര്യം എനിക്കറിയില്ല. പക്ഷേ നമ്മളെയും കുറേ ആളുകൾ ഭരിച്ചിരുന്നു. ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഒക്കെ നമ്മളെയും ഭരിച്ചിരുന്നു. അവിടെ നിന്ന് ഇത്രയും വലിയൊരു ചേഞ്ച് ഇന്നത്തെ നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ വേണ്ടി എത്രയോ പേർ ഉയിര് കൊടുത്തിട്ടുണ്ടാവും. അവരെയൊക്കെ നമുക്ക് സ്മരിക്കാം, അല്ലേ?
ഈ അടിമക്കച്ചവടം കഴിഞ്ഞിട്ടുള്ള നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഈ ഒരു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു സമരം നമ്മുടെ ജനങ്ങൾ ഉന്നയിച്ച് വന്നത്. അതെന്തിനാന്ന് വെച്ചാൽ മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ അതെ താഴ്ന്ന ജാതിക്കാർക്ക് ആ ചുറ്റുമുള്ള വഴികളിൽ നടക്കാൻ അനുവാദമില്ലാത്തൊരു കാലഘട്ടം കൂടിയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമുക്ക് അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ന്ന ജാതിക്കാർ തൊട്ടുകൂടായ്മ ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലമായിരുന്നു അത്. അവിടെ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിലൂടെ നമ്മളത് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. താഴ്ന്ന ജാതിക്കാർക്ക് ആ വഴിയിലൂടെ നടക്കാനുള്ള അനുമതി കിട്ടി. വല്ലാത്തൊരു കഥയാണ്. നമുക്ക് അതിൻ്റെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഇപ്പോൾ അവൈലബിൾ ആണോ? ഉണ്ട്, നമുക്ക് അതിലേക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ കാലത്ത് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം, എവിടെ ആയാലും പോവാനുള്ള അവകാശം നമുക്കുണ്ട്. എന്നാൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് അനുമതി നൽകാത്ത കാലഘട്ടമുണ്ടായിരുന്നു നമ്മുടെ ഈ കേരളത്തിൽ. വൈക്കം സത്യാഗ്രഹം എന്നത് കേരളത്തിൽ നടന്ന ഒരു പ്രധാന നവോത്ഥാന സമരമാണ്. 1924 മാർച്ച് 30 തുടങ്ങി 603 ദിവസം നീണ്ടുനിന്ന ഈ സമരം സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ളതായിരുന്നു. ഇതിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും പ്രവേശനം വേണമെന്ന ആവശ്യമുയർത്തി. ഈ സമരത്തിന് ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പിന്തുണയുമുണ്ടായിരുന്നു. സമരത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: ക്ഷേത്ര പരിസരങ്ങളിലെ പൊതുവഴികളിൽ എല്ലാ ജാതിക്കാർക്കും പ്രവേശനം അനുവദിക്കുക, അവർണർക്കെതിരെയുള്ള സാമൂഹിക വിലക്കുകൾ നീക്കുക. ഈ സമരം കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് ഒരുപാട് ഊർജം നൽകി. ഇത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. മേഘ, ഇത്രയും ഐതിഹാസികമായ ഒരു സമരം നമ്മുടെ കേരളത്തിൽ നടന്നിരുന്നു. അത് ജനങ്ങൾ അറിയേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഇത്തരം സമരങ്ങളിലൂടെ ചോര ചീന്തി കഷ്ടപ്പെട്ട കുറേ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം, ഈ സമൂഹത്തിൻ്റെ നമ്മൾ അനുഭവിക്കുന്ന മനോഹാരിത. സത്യമല്ലേ? അതെ. അവരുടെ എല്ലാം ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ശിരസ് നമിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് ആശംസിച്ചുകൊണ്ട് മീഡിയ 7 ഗുഡ് മോർണിംഗ് കേരള ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.